സുഭാഷ്. അങ്ങനെ നമ്മുടെ പ്ലസ് ടുക്കാരുടെ പബ്ലിക് എക്സാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൊണ്ടിരിക്കണം. മീൻസ് പഠിത്തം കൂട്ടി നിങ്ങളിപ്പോൾ പ്രാക്ടിക്കലിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലവണ്ണം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. ഇതാണ് ഏറ്റവും പ്രഷ്യസ് ടൈം. നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കേണ്ട സമയമാണ്. ഓരോ മിനിറ്റും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ട് പഠിച്ചോണം. ഇനിയും നിങ്ങൾക്ക് ഇതേപോലുള്ളൊരു സമയം കിട്ടത്തതേയില്ല. ഓക്കെ, ഈ റെഗുലർ എക്സാമിനെ ഏറ്റവും മാക്സിമം ഫുൾ മാർക്കിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉറപ്പായിട്ടും നിങ്ങൾ ഓരോരുത്തരും തുടങ്ങേണ്ട സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ കണ്ടിട്ട് അത് നോട്ട്ബുക്കിലോട്ട് എഴുതി വേണ്ടതിനെയൊക്കെ എഴുതി അങ്ങോട്ട് മുന്നോട്ട് എപ്പോൾ വേണം നോക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെ കരുതി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ തരും. മാക്സിമം നിങ്ങൾക്ക് എക്സാം എടുക്കും തോറും കൂടുതൽ ക്ലാസ് കിട്ടുകയും ചെയ്യും. മാക്സിമം നിങ്ങളൊന്ന് ഫ്രണ്ട്സിലോടൊന്ന് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ടേക്കണം. നമ്മൾ അടിപൊളിയായിട്ടുള്ള 2-3 ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ലിമിറ്റ്സ് അറിയാമല്ലോ, ഡെറിവേറ്റീവ്സിലെ ക്വസ്റ്റ്യനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ എടുത്തേക്കുന്നത്. ഫൈൻഡ് k if f of x equal to 3x plus 5x less than or equal to and kx minus 1 x greater than 2 is continuous at x equal to 2. ഈ ഫംഗ്ഷൻ 2-ൽ കണ്ടിന്യൂസ് ആകണമെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എത്ര ആയിരിക്കണമെന്ന് ഇപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ 2-3 സ്റ്റെപ്പായിട്ട് ചെയ്യണം. കാരണം നമുക്ക് മാർക്ക് 2-3 ഒക്കെ തരുന്നത്. അതുകൊണ്ട് ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റ് ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. 2-ലുള്ള ലെഫ്റ്റ് ലിമിറ്റിനെ കണ്ടുപിടിക്കണം, റൈറ്റ് ലിമിറ്റിനെ കണ്ടുപിടിക്കണം, ഈക്വേറ്റ് ചെയ്യണം. അപ്പോൾ കെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിരിക്കും. എന്താണ്ടാ കെയുടെ വാല്യൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സിന് ലെഫ്റ്റ് ലിമിറ്റ് ആകുമ്പോൾ ഈ ലെസ് ദാൻ സൈൻ കണ്ടോ, അതിന് നേരെയുള്ള ഫംഗ്ഷൻ എടുക്കണം. ദാറ്റ് ഈസ് 3x + 5. പിന്നെ ഒന്നും നോക്കണ്ട, ഈ എക്സ് കാണുന്നിടത്ത് 2 കൊടുക്കുമ്പോൾ 3 × 2 + 5 6 + 5 ആൻസർ ഈസ് 11. ദാറ്റ്സ് ഓൾ. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി. ഇതേപോലെ റൈറ്റ് ലിമിറ്റ് ചെയ്യണം. ഓക്കെ, റൈറ്റ് ലിമിറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ്. മോനെ റൈറ്റ് ലിമിറ്റ് ആകുമ്പോൾ എവിടെയാണ് നോക്കേണ്ടത്? ഗ്രേറ്റർ ദാൻ സൈൻ റൈറ്റാണ്. അപ്പോൾ ആ 2-നേക്കാളും അപ്പുറത്താണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 2-നാണ് എടുക്കേണ്ടത്. ഗ്രേറ്റർ ദാൻ 2 ഇവിടെയാണ്. അതിന് നേരെയുള്ള ഫംഗ്ഷൻ kx - 1. എന്നിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഈ എക്സ് കാണുന്നിടത്ത് 2 കൊടുക്കണം. ദാറ്റ് ഈസ് k × 2 - 1. ആൻസർ നോക്കിക്കേ, k × 2 - 1 2k - 1. 2 ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ലെഫ്റ്റും കിട്ടി റൈറ്റും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? കെ കണ്ടുപിടിക്കാൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് മോനെ? കണ്ടിന്യൂസ്. ഓക്കെ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും തമ്മിൽ ഈക്വൽ ആയിരുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആവില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്സ് ആർ ബോത്ത് ആർ ഈക്വൽ. അപ്പോൾ നമുക്ക് എഴുതാം LL ഈസ് ഈക്വൽ ടു RL. അപ്പോൾ നമുക്ക് ഇവിടോട്ട് ഇങ്ങനെ എഴുതിയേക്കണം, സിൻസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ദെയർഫോർ LL ഈക്വൽ ടു RL. LL എത്രയായിരുന്നു? 11. RL എത്രയായിരുന്നു? 2k - 1. 11 ഈക്വൽ ടു 2k - 1. തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അതായിരിക്കും നല്ലത്. 2k - 1 ഈസ് ഈക്വൽ ടു 11. 2k ഈക്വൽ ടു 11 + 1 അതെത്ര? 12. k ഈക്വൽ ടു 12/2 6. ദാറ്റ്സ് ഓൾ. തീർന്നു. അപ്പോൾ കെയുടെ വാല്യൂ എത്ര കിട്ടി? 6 കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നോക്കിയേ, മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടാൽ തിരിച്ചറിയാൻ പലർക്കും അറിയില്ല. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ മതി, എക്സും വൈ കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നിരിക്കുക കേട്ടോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂറ്റിക്കുള്ളിലുള്ളതാണ്. ഡെറിവേറ്റീവ്സ് വരുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. ഇതാകുമ്പോൾ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ഇത് പല ടൈപ്പ് ഉണ്ട്. ഇത് ഇംപ്ലിസിറ്റാണ്. പേര് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും മെത്തേഡ് ഒന്ന് ചെയ്യാൻ പഠിച്ചേക്കണം. ഇതെന്ന് പറഞ്ഞാൽ നോക്കിക്കോണം, നമ്മൾ ആദ്യം ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. x² + y² ഈക്വൽ ടു xy. ഡിഫറൻഷ്യേറ്റിംഗ് അങ്ങോട്ട് എഴുതണം. അല്ലാതെ ഫൈൻഡ് dy/dx എന്ന് ചോദിച്ചാൽ dy/dx ഈക്വൽ ടു എന്നൊന്നും എഴുതരുത്. ഓക്കെ, y ഈസ് ഈക്വൽ ടു ആണെങ്കിൽ dy/dx ഈക്വൽ ടു എഴുതാം. y ഈസ് ഈക്വൽ ടു ആണോ ഇത്? അല്ല, ഒരിക്കലും ഇപ്പോൾ dy ഈക്വൽ ടു എന്ന് എഴുതാനൊന്നും പറ്റില്ല. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കണം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് of x²? 2x. y² 2y.
എന്ത് എളുപ്പമല്ലേ? എക്സ് സ്ക്വയർ 2x, അപ്പോൾ വൈ സ്ക്വയർ എത്ര 2y. പക്ഷേ വൈയുടെ അതാവുമ്പോൾ ശ്രദ്ധിച്ചോണം, അതിൻ്റെ കൂടെ ഒരാളെങ്കിൽ എഴുതണം dy/dx. വൈ വേരിയബിളിനെ നിങ്ങൾ എപ്പോൾ ചെയ്താലും എക്സ് വേരിയബിളിനെ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ dy/dx എഴുതിക്കോണം. ആ dy/dx ആണ് അവർ ചോദിച്ചത്. ഈ ഡിവൈഡ്സ് ഇത് നിങ്ങൾ ഇനി എവിടെ എഴുതിയില്ലെങ്കിൽ എങ്ങൊന്നും കിട്ടത്തില്ല. ഓക്കെ, ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് റൈറ്റ് സൈഡ് ഈസ് എക്സ് വൈ, പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. ഡിഫറൻഷ്യേറ്റിംഗ് ബൈ പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ ഡിഫറൻസിയേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ dy/dxയുടെ എല്ലാ ഇടത്തെ സൈഡ് കൊണ്ടുവന്ന് അടുക്കി വെക്കണം. dy/dx ഇല്ലാത്തവരെല്ലാം അപ്പുറത്ത് കൊണ്ടുവന്ന് അടുക്കണം. അങ്ങനെ രണ്ടായിട്ട് അടുക്കണം. ഇടയ്ക്ക് ഒരു ഈക്വലും കൊടുത്തേക്കണം. അപ്പോൾ 4 ടേംസ് ഉണ്ട് മോനെ. 1 2 3 4. ഈ 4 ടേംസുകളെ നമ്മൾ അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യണം? ആദ്യം 2x എഴുതണം. ഓക്കെ, സോറി, ds ഉള്ളതിനെ മാത്രം ഇപ്പോഴത്തെ എഴുതാം. ആദ്യം 2y ഇൻറ്റു dy/dx എഴുതി. ഓക്കെ ആണല്ലോ. ഇനി എവിടെ ds ഉള്ളത്? രണ്ടത് x ഇൻറ്റു ds. അത് ഇപ്പുറത്ത് വരുമ്പോൾ ഈ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ -x ഇൻറ്റു dy/dx. അപ്പം ds ഉള്ളതെല്ലാം ഒരു സൈഡിലായി. ഇനി ഇല്ലാത്ത റൈറ്റ് സൈഡ് കിടന്ന y ഇൻറ്റു 1y. ഈ പ്ലസ് 2x അപ്പുറത്ത് വരുമ്പോൾ -2x. നെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് ഡിവിസിനെ കോമൺ എടുക്കുമ്പോൾ dy/dx ഇൻറ്റു 2y മൈനസ് എക്സ് ഈക്വൽ ടു y മൈനസ് 2x ഉണ്ടല്ലോ. ഇത്രയായി. നമുക്ക് വേണ്ടത് ഡിവൈഡേഴ്സ് ആണ്. അവിടുന്ന് dy/dx വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇതും കൊണ്ട് കട്ട് ചെയ്യണം. ദാറ്റ് ഈസ് y മൈനസ് 2x ഡിവൈഡഡ് ബൈ 2y മൈനസ് എക്സ്. ഓക്കെ ആണല്ലോ. പരിപാടിയൊക്കെ കഴിഞ്ഞ് y മൈനസ് 2x ബൈ 2y മൈനസ് എക്സ്. അപ്പോൾ നല്ല ചോദ്യം, എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്നത്. ഒന്നുകൂടെ കേട്ടോ. ആദ്യം x കൊണ്ട് ഡെറിവേറ്റീവ് 2x, y സ്ക്വയർ ഡെറിവേറ്റീവ് 2y ഇൻറ്റു dy/dx. xy ഡിഫറൻഷ്യേറ്റിംഗ് ബൈ പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. നെക്സ്റ്റ് ഡിവൈഡ്സ് ഉള്ളതെല്ലാം ഒരു സൈഡിലെത്തുമ്പോൾ ഇത് എഴുതണം, ഇത് അപ്പുറത്ത് വരണം. ഇയാളെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ നോക്കിക്കേ 2y ഇൻറ്റു dy/dx മൈനസ് എക്സ് ഡിവൈഡ് ഈക്വൽ ടു y പ്ലസ് 2x അപ്പുറത്ത് -2x. നെക്സ്റ്റ് കോമൺ എടുക്കുക, ഡിവൈഡ് ചെയ്യുക. ദാറ്റ്സ് ഓക്കെ, തീർന്നു. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണം. ഇനി അടുത്ത ക്ലാസ്സോട്ട് ഉടൻ തന്നെ എത്തും. പിന്നെ നിങ്ങൾക്ക് എൻട്രൻസിന് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഗുഡ് ബൈ.